ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വർക്കല ക്ലിഫിലേക്ക് പോയി. ഞാൻ ഹാജി ശില്പ മാത്രമേ വന്നുള്ളൂ. ബാക്കി എല്ലാവരും തിരക്കായിട്ട് വന്നില്ല. സൺസെറ്റ് കാണാൻ പാപ്നാസ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷെ കിടപ്പ് കണ്ടിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്, കാരണം കാർമേഘം കയറി ഇരുണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ ബീച്ചിൻ്റെ തെക്കും വടക്കും നോക്കി നടന്നു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബീച്ചിൽ സവാരിക്ക് വേണ്ടിയുള്ള കുതിര വരുന്ന കണ്ടത്. ആ തെങ്ങിന് മുകളിലൂടെ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ഇവിടെ വർക്കല ക്ലിഫിന് റൈറ്റ് സൈഡിലായിട്ട് ഒരു അഡ്വഞ്ചർ ക്ലബ് ഉണ്ട്. അവിടെ വൈകിട്ട് 4 മണി തൊട്ട് പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 2000 രൂപ മുതലാണ് കേട്ടോ റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ബീച്ചിൽ ഇറങ്ങി ഗൈസ്. അപ്പോഴത്തേക്ക് ആൾ കൂടി തുടങ്ങി കേട്ടോ. 5:30 ആയപ്പോഴത്തേക്കും വെളിച്ചം പോയി തുടങ്ങി ഗൈസ്. പിന്നെ സൺസെറ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വെച്ച് വെള്ളത്തിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ക്ലിഫിലേക്ക് നടന്നു. അപ്പോഴത്തേക്ക് ഇരുട്ടാൻ തുടങ്ങി. സാധാരണ ഇത്രയും വിജനമായ പ്രദേശമല്ല ഇവിടം, പക്ഷെ ഇന്നെന്തോ ഇത്തിരി വിജനമായിട്ട് തോന്നി. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ സായിപ്പച്ചന്മാരെയും മദാമ അമ്മച്ചിമാരെയും കണ്ടു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ സ്ഥിര സ്പോട്ടായ ബ്ലൂ മൂൺ കഫേയിലേക്ക് എത്തി. അത് മാത്രമല്ല കേട്ടോ, എൻ്റെ പപ്പ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറൻ്റ് ആണ് ബ്ലൂ മൂൺ കഫേ. നല്ല ബീച്ച് വ്യൂവിലിരുന്ന് ഫുഡും കഴിക്കാം. കൊറിയൻ ഡിഷസും തന്തൂരി ഐറ്റംസുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ക്രീം ചിക്കൻ സൂപ്പും പൈനാപ്പിൾ ജ്യൂസും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിന് വീണ്ടും കാണാം. ബൈ.